ടി.വി.കെ നേതാവ് വിജയെ ഫോണിൽ വിളിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കരൂർ ദുരന്തത്തിൽ രാഹുൽ അനുശോചനം അറിയിച്ചു. മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിനെ വിളിച്ചതിന് പിന്നാലെയാണ് വിജയുമായി രാഹുൽ ഗാന്ധി സംസാരിച്ചത്. മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ ചേർന്നു. റഹീസ്, ഈ വിജയ്ക്കെതിരെ ടി.വി.കെതിരെ ബി.ജെ.പിയും ഈ പറയുന്ന മട്ടിൽ രൂക്ഷമായ വിമർശനം ഒന്നും ഉന്നയിച്ച് കണ്ടില്ല, ആരും ഉന്നയിച്ച് കാണുന്നില്ല. രാഹുൽ ഗാന്ധി വിജയിക്കുന്നു, അപ്പോൾ രാഹുൽ ഗാന്ധി വിളിക്കുന്നു വിജയെ. അപ്പോൾ ഈ പ്രശ്നമൊക്കെ ഉണ്ടായാലും വിജയെ കൂടെ നിർത്തുക എന്നൊരു തന്ത്രം എല്ലാവരും പയറ്റുന്നുണ്ട്. റഹീസ്, സ്വാഭാവികമായിട്ടും ഹാഷ്മി, അത് ഇന്നലെ രാഹുൽ ഗാന്ധി ആദ്യം വിളിച്ചത് എം.കെ. സ്റ്റാലിനെയാണ്. അത് സ്റ്റാലിൻ സ്ഥിരീകരിക്കുകയും ചെയ്തു. ആദ്യം തന്നെ രാഹുൽ ഗാന്ധി ഈ വിഷയത്തിൽ അനുശോചനം അറിയിച്ചിരുന്നു. അതിന് പിന്നാലെ സ്റ്റാലിനെ വിളിച്ച് സഹായം വാഗ്ദാനം ചെയ്തു. കോൺഗ്രസ് പ്രവർത്തകരോട് ഈ ആശുപത്രിയിൽ കഴിയുന്നവർക്ക്, മരിച്ചവരുടെ കുടുംബങ്ങൾക്കൊക്കെ വേണ്ട സഹായം നൽകണമെന്ന് കോൺഗ്രസ് പ്രവർത്തകരോട് ആവശ്യപ്പെടുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ രാഹുൽ ഗാന്ധി വിജയെ കൂടി വിളിച്ചത്. വിജയെ വിളിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേർന്നു. വിജയ് രാഹുൽ ഗാന്ധിയുമായി 10 മിനിറ്റോളം സംസാരിച്ചു എന്നാണ് ടി.വി.കെ വൃത്തങ്ങൾ പറയുന്നത്. ഇത് ടി.വി.കെ സ്ഥിരീകരിക്കുന്നു, ഒപ്പം തന്നെ കോൺഗ്രസും സ്ഥിരീകരിക്കുന്നു. കോൺഗ്രസിൻ്റെ നേതാക്കളടക്കം പറയുന്നു ആ വിളിയിൽ അത് സ്വാഭാവികമായിട്ടും ഒരു അപകടം ഉണ്ടാകുമ്പോൾ, ഒരു നേതാവ് പങ്കെടുത്ത റാലിയിൽ ഒരു അപകടം ഉണ്ടാകുമ്പോൾ അത് വിളിച്ച് അനുശോചനം അറിയിക്കുക, ദുഃഖത്തിൽ പങ്കുചേരുക എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയമില്ല എന്ന് പറയുന്നു. പക്ഷേ അതിനൊക്കെ അപ്പുറം രാഹുൽ ഗാന്ധിയും വിജയും തമ്മിൽ നല്ല സൗഹൃദത്തിലാണ് എന്നുള്ളത് തമിഴക രാഷ്ട്രീയം ഫോളോ ചെയ്യുന്നവർക്ക് കൃത്യമായി മനസ്സിലാകും. അതിനപ്പുറത്തേക്ക് പല പരിപാടികൾക്കും മുൻപും ശേഷവും ഒക്കെ ഇവർ തമ്മിൽ സംസാരിക്കാറുണ്ട്. തമിഴ്നാട്ടിൽ കോൺഗ്രസ് DMK മുന്നണിയിലാണ്, ഒപ്പം ചേർന്നുകൊണ്ട് ടി.വി.കെ എതിർക്കുന്നുണ്ട്. ഒരു തരത്തിലും അവർ യോജിച്ചു പോകുന്നില്ല. പക്ഷേ അതിനപ്പുറത്തേക്ക് രാഹുൽ ഗാന്ധിയും വിജയും തമ്മിലുള്ള ബന്ധം ദൃഢമാണ്. നേരത്തെ ഈ ഇലക്ഷൻ കമ്മീഷൻ വിഷയത്തിൽ വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ടൊക്കെ രാഹുൽ ഗാന്ധി അറസ്റ്റ് ചെയ്തപ്പോൾ ആദ്യം പ്രതികരിച്ച നേതാക്കളിൽ ഒരാളാണ് വിജയ്. അദ്ദേഹം വോട്ട് ചോരി വിഷയം ഉന്നയിച്ചിരുന്നു. രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങളൊക്കെയും തമിഴ്നാട്ടിൽ വിജയ് ഉന്നയിക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ അവർ തമ്മിലൊരു ബന്ധത്തിന്റെ ഭാഗമായിട്ടാണ് ആ ഒരു ഫോൺ സംഭാഷണം ഉണ്ടായത്. ഇക്കാര്യത്തിൽ എന്തായാലും DMK വലിയ പ്രതികരണങ്ങളോ അല്ലെങ്കിൽ ഒരു എതിർപ്പോ ഒന്നും അറിയിക്കാൻ സാധ്യതയില്ല. ഒരു സ്വാഭാവിക ഫോൺ വിളി എന്നുള്ള രീതിയിൽ കണ്ടുപോകാനാണ് സാധ്യത. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.